Hi students, ഇന്ന് നമുക്ക് ലാസ്റ്റ് ഇയർ നടന്ന കീം ടെസ്റ്റിന്റെ മാത്തമാറ്റിക്സ് സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if 2z equal to 7 plus I root 3, then the value of z square minus 7z plus 4 is. ഇപ്പോൾ സെഡിന്റെ വാല്യൂ നമുക്ക് ഈ 2z ഈക്വൽ ടു തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ നിന്നും കിട്ടും. നമുക്ക് ഈ പോളിനോമിയലിന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റില്ല. അതായത് ഇപ്പോൾ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമാറ്റിലേക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്തു? പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ നോക്കുകയാണ്. പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നത് എങ്ങനെയാണ്? സെഡിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫിന്റെ സ്ക്വയർ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ഇവിടെ സെഡിന്റെ കോഎഫിഷ്യന്റ് 7 ആണ്. 7ന്റെ ഹാഫ് 7/2, അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7/2 ദ ഹോൾ സ്ക്വയർ ആഡ് ചെയ്തു, പ്ലസ് 7/2 ദ ഹോൾ സ്ക്വയർ മൈനസ് 7/2 ദ ഹോൾ സ്ക്വയർ, ദെൻ പ്ലസ് 4 അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? z മൈനസ് 7/2 ദ ഹോൾ സ്ക്വയറിന് എഴുതാം. ദാറ്റ് ഇസ് a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റിൽ എഴുതാം. പിന്നെ നമുക്ക് ബാക്കി വരുന്ന കോൺസ്റ്റന്റ് ടേംസ് അതുപോലെ എടുത്ത് എഴുതാം. 7/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49/4 ആണ്, പ്ലസ് 4 ഉണ്ട്. അപ്പോൾ z മൈനസ് 7/2 zന്റെ വാല്യൂ എന്താണ്? ഇതിൽ നിന്ന് നമുക്കറിയാം 7/2 പ്ലസ് I root 3/2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ മൈനസ് 49/4 പ്ലസ് 4ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് 49 LCM എടുത്താൽ 4 into 4 16, മൈനസ് 49 പ്ലസ് 16 ഡിവൈഡ് ബൈ 4 വരും. ഇവിടെ പ്ലസ് 7/2 മൈനസ് 7/2 ക്യാൻസൽ ആയി പോകും. ദെൻ I root 3/2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ I square മൈനസ് 1 ആണ്. root 3ന്റെ സ്ക്വയർ 3, 2ന്റെ സ്ക്വയർ 4. ദെൻ മൈനസ് 3/4 മൈനസ് 33/4. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ മൈനസ് 9 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if 1 minus I by 1 plus I all raised to 10 equal to a plus IB, then the values of a and b are respectively. ഓക്കെ, നമുക്കൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, 1 minus I divided by 1 plus I all raised to 10 which is equal to a plus IB ആണ്. then എയും ബിയും വാല്യൂസ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ് 1 minus I divided by 1 plus I എന്ന് പറഞ്ഞാൽ which is equal to minus I ആണ്. അപ്പോൾ ഇതിനെ എനിക്ക് ഈക്വാലന്റ് ടു മൈനസ് I all raised to 10 എന്ന് എഴുതാം. അതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ മൈനസ് 1 all raised to 10 ഇൻറ്റു I square all raised to 5 എന്ന് എഴുതാം. I square എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 1 ആണ്. മൈനസ് 1 all raised to 10 1 തന്നെയാണ്. കാരണം ഈവൻ പവേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്തായാലും മൈനസ് സൈൻ പോസിറ്റീവായിട്ട് മാറും. I square മൈനസ് 1 ആണ്. മൈനസ് 1നെ ഒരു ഓഡ് പവർ ആയിട്ടാണ് വരുന്നത്. 5 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്. അപ്പോൾ അതിന്റെ റേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. മൈനസ് 1 തന്നെയായിരിക്കും. ദെൻ 1 ഇൻറ്റു മൈനസ് 1 ഈക്വൽ ടു മൈനസ് 1. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു a പ്ലസ് IB, ദാറ്റ് ഈസ് മൈനസ് 1 ഈക്വൽ ടു a പ്ലസ് IB. ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ ഇമാജിനറി പാർട്ട് റിയൽ പാർട്ട് മിക്കേറ്റ് ചെയ്ത് എന്ത് കിട്ടും? a എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. ഇമാജിനറി പാർട്ട് b ഈക്വൽ ടു 0 ആണ്. അപ്പോൾ a ഈക്വൽ ടു മൈനസ് 1 b ഈക്വൽ ടു 0 ആയ ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if z1 and z2 are two complex numbers with a mod z1 equal to 1, then modulus z1 minus z2 divided by 1 minus z1 into z2 conjugate is equal to. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മോഡുലസിനെ മുകളിലും താഴെയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. എന്നിട്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും z1 കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ തന്നിട്ടുണ്ട് z1ന്റെ മോഡുലസ് 1 ആണെന്നുണ്ട്. ഓക്കെ, അപ്പോൾ മോഡുലസ് z1 മൈനസ് z2 തന്നെ വരും, ഡിവൈഡഡ് ബൈ ഇവിടെ താഴെ എന്ത് വരും? ഈ 1 ഇൻറ്റു z1 കോൺജുഗേറ്റ് വന്നാൽ z1 കോൺജുഗേറ്റ് തന്നെ മൈനസ് z2 ബാർ എന്നല്ലേ, ദാറ്റ് ഈസ് z1 ഇൻറ്റു z1 കോൺജുഗേറ്റ് ഇൻറ്റു z2 കോൺജുഗേറ്റ് വരും. കണ്ടില്ലേ? ഇനി z ഇൻറ്റു z ബാർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഈ ഒരു ടൈം 1 ആയി പോകും. 1 ഇൻറ്റു z2 കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ z2 കോൺജുഗേറ്റ് തന്നെ. ഇനി നമുക്കും അറിയാം മോഡുലസ് z1 കോൺജുഗേറ്റ് മൈനസ് z2 കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ which is equal to മോഡുലസ് z1 മൈനസ് z2 ആണ്. അപ്പോൾ ഇതൊക്കെ പ്രോപ്പർട്ടീസ് വെച്ച് ചെയ്യുന്ന പ്രോബ്ലം ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് z1 മൈനസ് z2, മോഡുലസ് z1 മൈനസ് z2 ആവും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ്, സിംപ്ലിഫൈ ക്യാൻസൽ ആയി പോകും, ഈക്വൽ ടു 1 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. The second term of GP is 4, then the product of first 3 term. അപ്പോൾ GPയുടെ സെക്കൻഡ് ടേം തന്നിട്ടുണ്ട് 4 ആണ്. അങ്ങനെയാണെങ്കിൽ
ഫസ്റ്റ് ആദ്യത്തെ 3 ടേംസിന്റെ പ്രൊഡക്റ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുക എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആയിട്ട് എടുത്തു, ആറാണ് കോമൺ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താ, എ ഇൻറ്റു ആറാണ് അല്ലേ. ജി പിയിൽ ഫസ്റ്റ് ടേം എ ആണെങ്കിൽ കോമൺ റേഷ്യോ ആറാണെങ്കിൽ രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും സെക്കൻഡ് ടേം. ദെൻ എ ആറിനോട് കൂടി ഒരു 6 മൾട്ടിപ്ലൈ ചെയ്താൽ തേർഡ് ടേം കിട്ടും. അപ്പൊ എ ഇൻറ്റു അപ്പൊ ഫസ്റ്റ് 3 ടേംസ് എന്ന് പറഞ്ഞാൽ എ ആർ സ്ക്വയർ ആയിരിക്കും. നമുക്ക് തന്നിട്ടുണ്ട് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 4 ആണ്. ദാറ്റ് ഈസ് എ ആർ ഈക്വൽ ടു 4 ആണ്. അപ്പൊ നോക്കുക, ഇതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, എ ഇൻറ്റു എ ആർ സ്ക്വയർ, ദാറ്റ് ഈസ് എ ക്യൂബ് ഇൻറ്റു ആർ ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു എ ആർ ദ ഹോൾ ക്യൂബ്. എ ആർ 4 ആണ്, ദാറ്റ് ഈസ് 4 റേസ് ടു ക്യൂബ് എന്ന് പറഞ്ഞാൽ 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64. ഓപ്ഷൻ ഡി ആണ് ആൻസർ. The numbers a, b, c, d are in GP with a common ratio of if 1 by a cube plus b cube, 1 by b cube plus a cube, 1 by c cube plus d cube are also in GP, then the common ratio is. Okay. അതായത് 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട് എ ബി സി ഡി, അത് ജി പിയിലാണ്, അതിൻ്റെ കോമൺ റേഷ്യോ 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ടേംസ് 1 by a cube plus b cube, 1 by b cube plus a cube, 1 by c cube plus d cube ഇതും ജി പിയിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കോമൺ റേഷ്യോ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ എ ബി സി ഡി ജി പിയിലായ കാരണം അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, എയോട് കൂടി 6 മൾട്ടിപ്ലൈ ചെയ്താലാണ് ബി കിട്ടുക. അപ്പൊ ബി ഈക്വൽ ടു എ ആറിന് എഴുതാം. സി ഈക്വൽ ടു ഈ എ ആറിന്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് എ ആർ സ്ക്വയർ. ഡി എന്ന് പറഞ്ഞാൽ ഈ എ ആർ സ്ക്വയർ, അതായത് സിന്റെ കൂടെ ഒരു 6, എ ആർ സ്ക്വയർ ഇൻറ്റു സി എ ആർ ക്യൂബ് കിട്ടും. ഇനി ഇത് ജി പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ, സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം ചെയ്ത കോമൺ റേഷ്യോ കിട്ടും, അല്ലെങ്കിൽ തേർഡ് ടേം ഡിവൈഡ് ബൈ സെക്കൻഡ് ടേം ചെയ്ത കോമൺ റേഷ്യോ കിട്ടും. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം എടുക്കുകയാണ്. 1 by b cube plus c cube divided by 1 by a cube plus b cube. അപ്പോൾ എന്ത് ചെയ്യും വരും, a cube plus b cube divided by b cube plus a cube റെസിപ്രോക്കൽ വരുമ്പോൾ അല്ലേ, അങ്ങനെ വരും. നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ബി എന്ന് പറഞ്ഞാൽ എ ആർ ആണ്, അപ്പൊ ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ ബി ക്യൂബ് പ്ലസ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ആർ ക്യൂബ് പ്ലസ് സി എ ആർ സ്ക്വയർ ആണ്, എ ആർ സ്ക്വയർ ദ ഹോൾ ക്യൂബ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എ ക്യൂബ് ഔട്ട് സൈഡ് എടുക്കാം. എ ക്യൂബ് ഔട്ട് സൈഡ് എടുത്താൽ 1 പ്ലസ് ആർ ക്യൂബ് വരും. താഴെയും എ ക്യൂബ് ഔട്ട് സൈഡ് എടുത്താൽ ആർ ക്യൂബ് പ്ലസ് ആർ റേസ് ടു 6. അതായത് ഇവിടെ 1 ആക്കണമെങ്കിൽ ആർ ക്യൂബ് ഔട്ട് സൈഡ് എടുക്കുക. രണ്ടിലും ആർ ക്യൂബ് കോമൺ ആണ്, ആർ ക്യൂബ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ 1 പ്ലസ് ആർ ക്യൂബ് വന്നു, ക്യാൻസൽ ആയി പോകും. ആൻസർ 1 by ആർ ക്യൂബ് ആണ് കോമൺ റേഷ്യോ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു. നമ്മൾ അടുത്ത 5 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.